അംബികയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, മോനും സംസാരിച്ചു. പക്ഷേ അതിൽ പ്രധാന കഥാപാത്രമായ ധർമ്മരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ധർമ്മരാജൻ വരൂ. ധർമ്മരാജൻ എന്താ പറയാനുള്ളത്? അംബികയ്ക്ക് താങ്കളുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേക കാര്യങ്ങളാണ് അംബിക ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവർക്കൊരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവരുമായിട്ട് ഇങ്ങനെ വാക്ക് പോവുകയും അവിടെ ഒരു പാർക്കുണ്ട്, പാർക്കിനകത്ത് ഫോൺ ചെയ്യുക, ഫോൺ ചെയ്തിട്ട് അവിടെ വരിക, അവർ രണ്ടുപേരുടെ ഫോൺ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ വാക്ക് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് പലരും കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ അവിടുത്തെ ഈ ഭാരതി എന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡ് പല പ്രാവശ്യവും പുള്ളിയെ കണ്ടപ്പോൾ എന്തോ ഒരുമാതിരി വല്ലാത്തൊരു ഇതുപോലെ തോന്നി. അവർ ചെന്നിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ ഇന്ന ആളിനെ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസമല്ല പല പ്രാവശ്യവും കണ്ട് ഇന്ന ആളിൻ്റെ കൂടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു, ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനല്ല, നല്ലൊരു മനുഷ്യനെ, നിങ്ങൾക്ക് ചിലപ്പോൾ ആൾ മാറിപ്പോയതായിരിക്കും, അതുകൊണ്ട് ഇനി മേലെ അത് പറയരുതേ എന്നും പറഞ്ഞുകൊണ്ട് അവരത് കാര്യമാക്കിയില്ല. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ ദിവസവും കണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്. സത്യമാണ്, പോയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ദിവസവും അവിടെ ആയിരുന്നു. അവസാനം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അത്ര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഓരോ എന്തെങ്കിലും കാര്യം വിളിച്ച് പറയുമ്പോൾ പോയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. മാഡവിനോട് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ വ്യക്തിയെ തന്നെ ഈ വിവരം ഞാൻ അറിഞ്ഞു, ഈ വിവരം പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അവസാനം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പുള്ളി എൻ്റെ അടുത്ത് കാണിക്കുന്ന, എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും ആ കുട്ടിയെ വിളിക്കുകയടാ, എന്തുവാടാ, എങ്ങോട്ടാടാ, എവിടെ പോകുന്നതാന്നൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്. ഫോണിൽ കൂടെ ആ വ്യക്തിയെടുത്ത് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഓരോ ചേഷ്ടകൾ കാണിക്കുന്നത്. ഇത് 22.5 ലക്ഷം 11/10/14 10/11/14 12 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അതുകൂടാതെ മേലത്ത് കൂടാതെ 2/4/13 2/4/13 LICയുടെ കാശ് വന്നത് 50,000 രൂപ അയാളുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ 20/6/14 PF കാശ് എടുത്തത് 2.25 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 37,25,000 രൂപ അയാളുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ ഒന്ന് പറഞ്ഞോട്ട്. ഇതെല്ലാം കാശിൻ്റെ കാര്യങ്ങളാണ്. ഇത്രയും കാശ് അയാളുടെ അക്കൗണ്ടിൽ മെയിനായിട്ട് പോയിട്ടില്ല. അല്ലാതെ ചില്ലറകളും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് കാശ് എന്ന് പറഞ്ഞാൽ അയാളും സമ്പാദിച്ചാണ്, ഞാനും സമ്പാദിച്ചാണ്. ഒരാൾ മാത്രം തച്ചതുകൊണ്ട് 30 ലക്ഷം 40 ലക്ഷം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അയാളുടെ അഭിപ്രായത്തിൽ നിന്ന്, അയാളുടെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ 10 പൈസ പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വീട്ടിലത്തെ ചെലവിന് വേണ്ടിയും കൊടുത്തിട്ടില്ല. അയാൾ തച്ച് തന്നെ വീട്ടിൽ ചെലവ് നടത്തിയെന്നും പറയുന്നു ഒരു ഭാഗത്ത്. ഇതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കാണാൻ പോകുമ്പോൾ ആ സാധനം മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ചില മാസങ്ങളിൽ കുറഞ്ഞ കാശ് കുറയുമ്പോൾ ഞാൻ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് 500, 1000 മറിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ബാലൻസ് ചെയ്യാണ് വരുന്നത്. ബഹുമാനപ്പെട്ട കോടതി ഒന്നുകൂടി ഈ ഒരു 2 മിനിറ്റ് കൂടി എൻ്റെ ഇതൊന്ന് കേൾക്കണമെന്ന്. ഞാൻ കല്യാണം കഴിക്കുന്നു 1986 ആഗസ്റ്റ് 5 തോന്നുന്നു, ഏകദേശം അയാൾക്കറിയാം. അപ്പോഴും എനിക്ക് കടമാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചി സുമംഗല എന്ന് പറയുന്നവരെ ഞാനാണ് അധ്വാനിച്ച് കല്യാണം കഴിപ്പിച്ചത്, ചിലവാക്കിയത്. എൻ്റെ മൂത്ത ചേച്ചിയെ ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ദയനീയമായ ഈ സ്ഥിതി മനസ്സിലാക്കണമെന്ന് ഞാൻ അന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പെങ്ങൾ ലീല എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം, ഒരു കല്യാണം നാട്ടിൽ നടത്തണം, എന്ത് ചെലവ് എന്നുള്ളത് ഞാൻ കടത്തി നിൽക്കുന്നത്, ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നുള്ളതും കോടതി മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആ ചിലവും കല്യാണം നടത്തുന്ന ഒരു കുഞ്ഞിനെ കല്യാണം ആദ്യം നടത്തുന്നത്, കടമല്ല നോക്കുന്നത്. നമ്മൾ കടം വാങ്ങിയായാലും കല്യാണം എങ്ങനെയും പെട്ടെന്ന് നടത്താനാണ് നോക്കുന്നത്. 2 40 ദിവസം കഴിഞ്ഞ് അച്ഛൻ പറ്റണം. 2 ഞാൻ മൈസൂരിൽ നിന്ന് വന്നാണ് ചടങ്ങ് നടത്തുക. 10,000 20,000 രൂപ ചിലവ്. ഈ 20,000 രൂപ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ഒരു ശമ്പളത്തിൽ നിന്ന്? എവിടുന്നെങ്കിലും നമ്മൾ കടം മേടിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അങ്ങനെ പറ്റൂ. അതിനിടയിൽ കോഴിയോളയിലെ മാമന്മാരുടെ മക്കളുടെ കല്യാണങ്ങൾ വന്നു. അതിനും കർണാടകത്തിൽ നിന്നാണ് പോകുന്നത്, പോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞിട്ട് 2 മാമന്മാർ മരിക്കുന്നു, അതിനും കർണാടകത്തിൽ നിന്നാണ് വരുന്നത്, പോകുന്നു. ജീവിതത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇതെല്ലാം ചിലവുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. വസ്തു എഴുത്തിന് വേണ്ടി ഞങ്ങൾ 2-3 ചെറിയ വസ്തുക്കൾ മേടിച്ചുകൊണ്ട് അയാളും ഞങ്ങളും എല്ലാവരോടും ഒരുമിച്ച് ഏകദേശം ഒരു 6 വട്ടമെങ്കിലും ഫാമിലി അടക്കം വന്നിട്ടുണ്ട്, വന്ന് തിരിച്ചു പോയിട്ടുണ്ട്.